ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമുക്ക് മറവി ഭയങ്കരമായിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റ് നടന്ന പിള്ളേരെയൊക്കെ എന്തുവാ ചൈനീസ് ഏജന്റ് എന്നോ എന്തൊക്കെ ഏജന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. റീസൺ ഇവര് ഗ്രാജുവേറ്റ് ചെയ്തത് ഇന്ത്യക്ക് പുറത്ത് നിന്നിട്ടാണ്. ഇതാണ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, നീയൊക്കെ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുവാണോ അതോ ഓൾറെഡി പൊട്ടനാണോ? നമ്മളുടെ മഹാത്മാഗാന്ധി ലോ പഠിച്ചിറങ്ങിയത് ലണ്ടനിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു പഠിച്ചിറങ്ങിയത് ഇംഗ്ലണ്ടിൽ നിന്നും. ഡോക്ടർ BR അംബേദ്കർ UK-യിലും US-ലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്ന നിങ്ങൾ ഇവരെ എല്ലാവരും വേറെ വല്ലതൊക്കെ വിളിച്ചാൽ ഏജന്റ് എന്ന് മാത്രമായിരിക്കില്ല വിളിക്കാൻ പോണത്. നമ്മളുടെ റെവല്യൂഷണറി ലീഡേഴ്സ് എല്ലാം നമുക്ക് വേണ്ടി വെറുതെ ഫൈറ്റ് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്. കാരണം അവർ ഏജന്റ്സ് ആയതുകൊണ്ട് അല്ലെ? ശരിക്ക് പറഞ്ഞ അന്നത്തെ ആ ചാട്ടവാർ അടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമായിരുന്നു. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് മെജോറിറ്റി പിള്ളേരും ഇപ്പൊ ചെന്ന് കയറുന്നത് റീച്ച് ഉണ്ടാക്കാനും റീല് ചെയ്യാനും ആണെന്ന്. അവരതേലും ചെയ്യുന്നില്ലേ? എത്രത്തോളം പിള്ളേർ, ഞാനടക്കം നെറ്റ് എക്സാമിന് പൈസ അടച്ചിട്ടുണ്ട്. എന്തിനാ എഴുതുന്ന? എത്ര കോടിക്കണക്കിന് പിള്ളേരാ പൈസ അടയ്ക്കുന്നത്? രാജ്യസ്നേഹം അളക്കേണ്ടത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നിന്ന് പഠിച്ചോ ഇന്ത്യക്ക് അകത്ത് നിന്ന് പഠിച്ചോ മാനത്ത് നിന്ന് പഠിച്ചോ എന്നത് കൊണ്ടല്ല. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, എവിഡൻസസ് ഇത് വെച്ചിട്ടായിരിക്കണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത്.